വിശുദ്ധ നാട് 9-ാം ഭാഗം. ബെത്സേദ കുളം. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞു. യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, ഉവ്വ കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയുമെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയുമെടുത്ത് നടന്നു. യോഹന്നാൻ 5:1-9 വരെ വാക്യങ്ങൾ. വിശുദ്ധ അന്നയുടെ ദേവാലയത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ മുന്നിൽ വലതുഭാഗത്ത് ബെത്സേദ കുളം. നാട്ടിൻപുറങ്ങളിൽ കണ്ടു ശീലിച്ച കുളങ്ങളുടെ രൂപമല്ല ഇതിനുള്ളത്. ആഴത്തിൽ നിന്നും കെട്ടിയുയർത്തിയ താങ്ങുമതിലുകളും തൂണുകളും കമാനങ്ങളും പടിക്കെട്ടുകളുമൊക്കെയായി ഒരു വലിയ ജലസംഭരണിയുടെ രൂപമാണ് ഇന്ന് കാണാനാവുന്ന ബെത്സേദ കുളത്തിനുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറൂസലേമിലേക്ക് പോയി. ജെറൂസലേമിൽ ചെമ്മരിയാടുകളുടെ കവാടത്തിനരുകിൽ ഹെബ്രായ ഭാഷയിൽ ബെത്സേദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും ഉണ്ടായിരുന്നു. അംഗവൈകല്യമുള്ളവരും കുരുടന്മാരും തളർവാദ രോഗികളുമായ അനേകം ആളുകൾ ആ കുളത്തിന് സമീപം കിടന്നിരുന്നു. 38 വർഷമായിട്ട് തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവനെ കണ്ടു. ഏറെക്കാലമായി അവൻ അവിടെ കിടക്കുന്നുവെന്ന് മനസ്സിലാക്കിയ യേശു അവനോട് ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കണമോ? ഉവ്വ് ഗുരു, എനിക്ക് സുഖം പ്രാപിക്കണം, അവൻ പറഞ്ഞു. വെള്ളം അനങ്ങുമ്പോൾ എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല. ഞാൻ ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും മറ്റാരെങ്കിലും വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയുമെടുത്ത് നടക്കുക. ഉടനെ അവൻ സുഖം പ്രാപിച്ച് എഴുന്നേറ്റ് അവൻ്റെ കിടക്കയുമെടുത്ത് നടന്നു. ഈ മഹാത്ഭുതത്തിൻ്റെ കഥയാണ് ബെത്സേദ കുളത്തിനെ ഇതുപോലെ വിശുദ്ധവും പ്രശസ്തവുമാക്കുന്നത്. ബെത്സേദ എന്ന പേരിന് ആധാരമായ വാക്ക് അരാമിക് ഭാഷയിൽ നിന്ന് വന്നതാണെന്നാണ് നിഗമനം. ബെത് ഹസ്ദ എന്നീ 2 വാക്കുകൾ ലോപിച്ചുണ്ടായ ബെത്സേദയ്ക്ക് ദയയുടെ ഭവനമെന്നും ദൈവകൃപയുടെ ഭവനമെന്നും അർത്ഥമുണ്ട്. എന്നാൽ ഈ 2 ഭാഷയിലും ഈ വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. നാണക്കേടെന്നും അപമാനമെന്നും. ദ്വിവിധമായ ഈ അർത്ഥം വരാൻ ഉചിതമായ കാരണവുമുണ്ട്. ഈ കുളത്തിൻ്റെ പരിസരം ഉപേക്ഷിക്കപ്പെട്ടവരാലും നിരാലംബരായ രോഗികളാലും അംഗവൈകല്യമുള്ളവരാലും നിറഞ്ഞിരുന്നതിനാൽ നാണക്കേടെന്നും അപമാനമെന്നും അർത്ഥം വരുന്നു. പരമ്പരാഗത വിശ്വാസമനുസരിച്ച് വെള്ളം അനങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്നയാൾ ദൈവകൃപയാൽ സുഖം പ്രാപിച്ചിരുന്നതിനാൽ കൃപയുടെ ഭവനമെന്നും അർത്ഥം വരുന്നു. ജെറൂസലം ദേവാലയത്തിൻ്റെ നിർമ്മാണഘട്ടത്തിൽ നിർമ്മാണത്തിനാവശ്യമായ ജലം എത്തിച്ചിരുന്നത് സോളമൻ്റെ കുളത്തിൽ നിന്നുമായിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ വരൾച്ചയുടെ കാലഘട്ടത്തിനു ശേഷം ടെമ്പിൾ മൗണ്ടിലേക്കും ദേവാലയത്തിലേക്കും ആവശ്യമായ ജലം മുഴുവൻ ഒരിക്കലും വറ്റാത്ത ഈ ജലസംഭരണിയിൽ നിന്നുമാണ് കൊണ്ടുപോയിരുന്നത്. ബെത്സേദ താഴ്വരയിൽ വന്നുകൂടുന്ന മഴവെള്ളം ഒരു ചിറ കെട്ടി തടഞ്ഞ് കുളത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. കുളത്തിൽ നിന്നും ജലം ഒരു നീർച്ചാൽ വഴി ജെറൂസലം ദേവാലയത്തിലേക്ക് ഒഴുകും. ക്രിസ്തുവിന് മുൻപ് BC 3-ാം നൂറ്റാണ്ടിൽ രണ്ടാമതൊരു കുളം കൂടി നിർമ്മിച്ച് സംഭരണശേഷി വർദ്ധിപ്പിച്ചു. ഈ 2 കുളങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീർച്ചാൽ കുളങ്ങളെ വടക്കും തെക്കുമായി വേർതിരിച്ചു. തൂണുകളും കമാനങ്ങളുമൊക്കെയായുള്ള കുളത്തിന് 120 മീറ്റർ നീളവും 50 മീറ്റർ വീതിയും 15 മീറ്റർ ഉയരവുമുണ്ടായിരുന്നു. പിന്നീട് ഈ കുളം വീണ്ടും വിപുലീകരിക്കുകയും അനേകം രോഗികൾക്ക് രോഗശാന്തി ലഭിക്കുന്ന ബെത്സേദ എന്ന അത്ഭുതകുളമായി മാറുകയുമായിരുന്നു.
യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായവയിൽ ഒന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വിവരിക്കുന്ന ബെത്സേദ കുളക്കടവിലെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത്. കുളം പശ്ചാത്തലമാകുന്ന രോഗശാന്തിയുടെ അത്ഭുതങ്ങളിൽ ഒന്നു മാത്രമല്ല ഇത്. ബെത്സേദ കുളത്തിനു പുറമെ സിലോം കുളത്തിൽ അന്ധനെ യേശു സുഖപ്പെടുത്തുന്നതായും യോഹന്നാന്റെ സുവിശേഷം പറയുന്നു. 2004 സീലോം പൂൾ കണ്ടെത്തിയത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പരാമർശിക്കുന്ന ഈ കുളം കൃത്യമായി കണ്ടെത്താനും പെട്ടെന്ന് തിരിച്ചറിയാനും പുരാവസ്തു ഗവേഷകർക്ക് കഴിഞ്ഞു. എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബെത്സേദ കുളം ഖനനം ചെയ്ത് കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിലും പുരാവസ്തു ഗവേഷകർക്ക് ഈ സ്ഥലം കൃത്യമായി തിരിച്ചറിയാനും വ്യാഖ്യാനിക്കാനും പിന്നെയും 100 വർഷത്തിലധികം സമയമെടുത്തു. സീലോം കുളവും ബെത്സേദ കുളവും പുരാതനമായ മിക്വേകളായിരുന്നു എന്ന് പഠനങ്ങളിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ ഈ 2 അത്ഭുതങ്ങളും യഹൂദരുടെ പരമ്പരാഗത അനുഷ്ഠാനത്തിലൂടെ ആചാരപരമായ വിശുദ്ധി നേടുന്നതിനായി ഉപയോഗിച്ചിരുന്ന മിക്വേ എന്നറിയപ്പെടുന്ന ഈ കുളക്കരയിൽ ആയിരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. യേശു പ്രവർത്തിച്ച ഈ അത്ഭുതത്തെക്കുറിച്ചുള്ള കഥ ഇവിടെ പരമ്പരാഗതമായി നിലനിന്നിരുന്ന രോഗശാന്തിയുടെ ഒരു നീണ്ട ചരിത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പരമ്പരാഗതമായി തുടർന്നു പോന്ന ഒരു ദുരാചാരത്തിനെതിരെയാണ് യേശു ഈ 2 ഇടങ്ങളിലും തൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ പുതിയൊരു മാറ്റത്തിൻ്റെ വിരൽ ചൂണ്ടുന്നത്. പുരാതന കയ്യെഴുത്തു പ്രതികളിൽ പ്രതിപാദിക്കുന്നതനുസരിച്ച് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അശരീരിയായ ഒരു ദൈവദൂതൻ കുളത്തിലെ ജലം ഇളക്കിവിടുകയും ആദ്യം വെള്ളത്തിലിറങ്ങുന്നവർ സുഖപ്പെടുകയും ചെയ്യും. ഇതാണ് അന്ന് നിലനിന്നിരുന്ന വിശ്വാസം. ഇവിടെ തളർവാദ രോഗിയായ മനുഷ്യന് സ്വയം വെള്ളത്തിലിറങ്ങാൻ കഴിയുന്നില്ല, സഹായിക്കാനും ആരുമില്ല. ജലത്തിൽ ആദ്യം ഇറങ്ങുന്നവന് മാത്രമേ സുഖപ്രാപ്തി ലഭിക്കൂ എന്നിരിക്കെ യേശു തളർവാദ രോഗിയായ മനുഷ്യനെ വെള്ളത്തിലിറങ്ങി സുഖപ്രാപ്തി നേടാൻ സഹായിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അവനോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന്. ഉടനെ അവൻ സ്വയം എഴുന്നേറ്റ് അവൻ്റെ കിടക്കയും എടുത്ത് അവിടെ നിന്നും നടന്നു നീങ്ങി. ഈ സംഭവം നടക്കുന്നത് ഒരു സാബത്ത് ദിവസമായിരുന്നു. സാബത്ത് ദിവസം നിഷിദ്ധമായ വേലകൾ ചെയ്യാൻ പാടില്ലെന്നിരിക്കെ കിടക്കയും ചുമന്നുകൊണ്ടു പോകുന്ന മനുഷ്യനെ കണ്ടപ്പോൾ യഹൂദർ ചോദിച്ചു, ഇന്ന് സാബത്ത് ആകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണെന്ന് നിനക്കറിയില്ലേ? അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയുമെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. യഹൂദരുടെ 2 പരമ്പരാഗത ആചാരങ്ങളെയാണ് യേശു ഇവിടെ നിഷേധിച്ചുകൊണ്ട് മാറ്റത്തിൻ്റെ സൂചനകൾ നൽകുന്നത്. പരമ്പരാഗത വിശ്വാസത്തെ തെറ്റിച്ചുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാതെ തന്നെ തളർവാദ രോഗിയായ മനുഷ്യനെ സുഖപ്പെടുത്തുന്നു. സാബത്ത് ദിവസം നിഷിദ്ധമായ വേലകൾ ചെയ്യാൻ പാടില്ലെന്നിരിക്കെ കിടക്കയും ചുമന്നുകൊണ്ടു പോകാൻ അവനോട് ആവശ്യപ്പെടുന്നു. മാറ്റം അനിവാര്യമെന്ന് പൊതുവെ പറയുകയും ഉള്ളിൽ നിന്നും പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ അനാചാരങ്ങൾക്ക് പിന്നാലെ പോകുന്ന പുതിയ തലമുറയ്ക്കുള്ള താക്കീതാണ് യേശു ഇവിടെ നൽകുന്നത്. പുരാതന ഗ്രീക്ക് ധനുർവേദത്തിൻ്റെ ദേവനായ അപ്പോളോയുടെയും കൊറോണോസിൻ്റെയും മകനും പുരാതന ഗ്രീക്ക് മതത്തിലും പുരാണങ്ങളിലും വീരനും വൈദ്യശാസ്ത്രദേവനുമായ അസ്ക്ലേപ്പിയസ് എന്ന ഹെപ്പിയസിൻ്റെ നാമധേയത്തിലുള്ള രോഗശാന്തി ക്ഷേത്രങ്ങൾ ഹെല്ലനിസ്റ്റിക് കാലഘട്ടത്തിൽ ഗ്രീക്ക് ആധിപത്യം നിലനിന്നിരുന്ന പ്രദേശങ്ങളിലുടനീളം നിർമ്മിക്കപ്പെട്ടിരുന്നു. അസ്ക്ലപ്പിയോൺസ് എന്നറിയപ്പെട്ടിരുന്ന ഈ ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കുളത്തിൽ മുങ്ങിവരുന്ന രോഗികൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലായ അബാറ്റണിൻ്റെ സമീപത്തായിട്ടാണ് ഉറങ്ങിയിരുന്നത്. നിദ്രയിൽ രോഗശാന്തിയെക്കുറിച്ച് അസക്ലപ്പിയോസോ അവൻ്റെ സർപ്പങ്ങളോ രോഗബാധിതർക്ക് സൂചനകൾ നൽകുന്നതായി തോന്നുന്ന ദിവ്യ സ്വപ്നങ്ങളുടെ സ്ഥലമായിരുന്നു അബാറ്റൺ. പാമ്പ് ചുറ്റി നിൽക്കുന്ന അസ്ക്ലേപ്പിയസിൻ്റെ വടി ഇന്നും വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രതീകമായി തുടരുന്നു. ലളിതമായി പറഞ്ഞാൽ അതുവരെ പ്രകൃതിദത്ത ഉറവകളിലൂടെ ലഭിച്ചിരുന്ന രോഗശാന്തിയെ ഗ്രീക്കുകാർ ദുരാത്മാക്കൾ നൽകുന്ന രോഗശാന്തിയാക്കി മാറ്റി. ഈ പുണ്യ ഉറവകൾ നിലനിന്നിരുന്ന ഇടങ്ങളിലെല്ലാം അവർ അസ്ക്ലേപ്പിയസിൻ്റെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു.
അതിനാൽ ഇവിടെ യേശു ചെയ്തത് വെറുമൊരു അത്ഭുതകരമായ രോഗശാന്തി മാത്രമായിരുന്നില്ല. യേശു മറ്റൊരു പുറജാതീയ പ്രദേശത്തേക്ക് കടക്കുകയും വളരെ കാലമായി അവിടെ നിലനിന്നിരുന്ന ഒരു സാംസ്കാരിക കെട്ടുകഥയെയും ദുരാചാരത്തെയും നേരിടുകയായിരുന്നു. യേശു അവിടെ സന്നിഹിതരായിരുന്ന തൻ്റെ യവനജൂത പ്രേക്ഷകർക്ക് ഒരു പുതിയ മാറ്റത്തിൻ്റെ ധാരണ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ അത്ഭുതം പ്രവർത്തിച്ചത്. കിണറ്റിൻകരയിലെ ശമരിയായക്കാരിയായ സ്ത്രീയുമായുള്ള കൂടിക്കാഴ്ചയിലെന്ന പോലെ യേശു തന്നെയാണ് യഥാർത്ഥ രോഗശാന്തിയുടെ ഉറവിടം എന്ന് അവകാശപ്പെടുകയായിരുന്നു ഇവിടെ. ജീവനുള്ള ജലത്തിൻ്റെ യഥാർത്ഥ ഉറവിടം അവനാണ്.